എല്ലാവർക്കും നമസ്കാരം. ഗ്ലോബൽ കിച്ചണിലേക്ക് ഇന്ന് നമുക്കൊരു സൂപ്പർ അടിപൊളി അയലക്കറി വെക്കാം. നല്ല തേങ്ങയൊക്കെ അരച്ച് നല്ല ഒരു കറി, ചോറിനൊക്കെ നല്ല കിടുക്കലാണ്. അതോടെ ഒഴിച്ചുകൊണ്ട് കഴിച്ചാൽ മതി. നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ബൗൾ എടുക്കുന്ന അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരിയോ എരിവുള്ളതോ ചേർക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെറിയ വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കാം. നമുക്കത് ഇങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനൊരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, കുരുമുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്തു. ഇത് നമ്മൾ കുഴച്ച് മാറ്റി വെക്കുക. നമ്മളൊരു മൺചട്ടി വെക്കുന്നു. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചേർക്കാം. അതുപോലെ കറിവേപ്പില 2 ഇല, 2 തണ്ട്, ഒരു 5 പച്ചമുളക് കീറിയത്. നല്ലോണം ഒന്ന് വഴണ്ട് വരുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ മസാല ഒഴിക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പച്ചമുളക് മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതൊന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചേർത്ത മീൻകറി ആയതുകൊണ്ട് 1 കപ്പ് തേങ്ങ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചത് ചേർക്കാം. ആവശ്യത്തിന് അതിനകത്ത് വെള്ളം ചേർത്തു. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. നമുക്കിത് അടച്ച് വെച്ച് നല്ലോണം അത് തിളപ്പിക്കാം. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളമോടെ ചേർക്കാം. നമുക്ക് ഞാനിത് അതിനകത്ത് കുടംപുളിയല്ല ചേർത്തേക്കുന്നത്, വാടംപുളി ചേർത്തേക്കുന്നത് കേട്ടോ. തിളക്കട്ടെ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കറിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അയലയാണ് ഏറ്റവും നല്ല മീനെന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞാൻ അയല ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നു. 1 കിലോ അയല എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കതൊന്ന് എടുത്ത് ഒന്ന് കുലുക്കി എല്ലാം കൂടെ ഒന്ന് ലെവലാക്കിയിട്ട് ഇനി വെച്ച് നമുക്ക് തിളപ്പിക്കാം. നമ്മൾ ഓൾമോസ്റ്റ് അതൊന്ന് വെന്ത് പറ്റിയിട്ടുണ്ട്. മീനൊക്കെ കണ്ടില്ല, നമ്മൾ വെന്ത് പറ്റിയിട്ടുണ്ട്. ഇനിയും കുറുക്കണമെങ്കിൽ കുറുക്കാം. നമുക്ക് ചാറപ്പം കുറഞ്ഞു പോകും. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. നല്ല കുറുകിയ ചാറാണ്. നിങ്ങൾ കാണിച്ചു തരാം. നല്ല കുറുകിയ ചാറാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതുപോലെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിലോട്ടുണ്ട്. അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ അടച്ച് വെക്കുക. അതിൻ്റെ ആ ഒരു മണം കൊണ്ട് പിടിക്കട്ടെ. നമ്മുടെ കിടുക്കാച്ചി മീൻ കറി, അയില തേങ്ങ അരച്ച മീൻ കറി സെറ്റായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടാണ് ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. നമ്മുടെ ഗ്ലോബൽ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.